ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയ്യോ അയ്യോ രാഘവയുടെ ഞാൻ ചായ എടുക്കാൻ മറന്നുപോയി. ഞാൻ ഇപ്പൊ കൊണ്ടുവരാവേ, ഇപ്പൊ കൊണ്ടുവരാം. ഇയാള് പറഞ്ഞ കറക്റ്റാണോ? എടോ വാമയ്ക്കേ എന്തോ കാര്യമായിട്ട് സംഭവിച്ചുണ്ടല്ലോ. ഭക്ഷണം എടുത്ത് വെച്ചില്ലേ അമ്മേ? ദേ എടുക്കാം മോളെ. പപ്പി എന്തിയെ? അവള് കഴിക്കാൻ വരുന്നില്ലെന്ന്. ഒന്നും വേണ്ടാന്നും പറഞ്ഞു. ആഹാ, അതെന്താ വേണ്ടാത്ത? വഴക്ക അമ്മേ. ആ, അങ്ങനെ ഇവിടെ വഴക്കിട്ടിരിക്കാനൊന്നും പറ്റില്ല. രാത്രി ഭക്ഷണം കഴിക്കാതെ കിടക്കാനും പറ്റില്ല. ഞാൻ പോയേ വിളിച്ചോണ്ടുവരാം പപ്പിയെ. എന്നിട്ട് രണ്ടുപേരും കൂടി ഒന്നിച്ചിരുന്ന് കഴിച്ചാ മതി. കുഴപ്പമില്ല, ടേസ്റ്റ് ഒക്കെ ഉണ്ട്. പപ്പി എന്താ കഴിക്കാൻ വരാത്ത? എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്തേന്നാ ചോദിച്ചേ? എനിക്ക് എന്റെ അമ്മ വരണം. ദേ, അമ്മയെ ട്രീറ്റ്മെന്റിനായിട്ട് കൊണ്ടുപോയിരിക്കല്ലേ. അമ്മ വന്നാലേ ഞാൻ കഴിക്കൂ. ദേ മോളെ, ചുമ്മാ വാശി പിടിക്കല്ലേ. എന്റെ അമ്മ എന്റെ അടുത്തില്ലാത്തോണ്ടല്ലേ എന്നെ വഴക്ക് പറയാൻ തല്ലയൊക്കെ ചെയ്യുന്നേ. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യായിരുന്നോ? എന്താ മോളെ? ചേച്ചമ്മ എന്റെ സ്വന്തം അമ്മയൊന്നും അല്ലല്ലോ. മോളെ, മോളെ, നീ എന്തൊക്കെ പറയുന്ന? എനിക്ക് എന്റെ അമ്മ ഇപ്പൊ കാണണം, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും. മോളെ, നീ എന്നെങ്ങനെ സങ്കടപ്പെടുത്തല്ലേ. ഇങ്ങനൊന്നും പറയല്ലേ. തെറ്റ് കാണിച്ചതിനല്ലേ ചേച്ചിയമ്മ വഴക്ക് പറയും തല്ലും ഒക്കെ ചെയ്തേ. അല്ലാതെ എന്റെ മോളോട് ഇഷ്ടക്കുറവുണ്ടായിട്ടല്ല, ഇഷ്ടമുണ്ടായിട്ട് തന്നെയാ. ഈശ്വര, ഞാൻ എന്റെ മോളെ എങ്ങനെയാ പറഞ്ഞൊന്ന് മനസ്സിലാക്കേണ്ടേ? ഉച്ചയ്ക്കും ചോറ് കഴിച്ചിട്ടില്ല അമ്മേ. മോളെ മോളെ മോള് പറയുന്നത് പോലെ ഒക്കെ ചേച്ചിയമ്മ ചെയ്യും. സത്യം? സത്യം. എന്റെ മക്കളില്ലാതെ ഞങ്ങൾക്കൊരു ലോകമുണ്ടോ? അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്ത? നിങ്ങൾ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നും. മക്കള് പട്ടിണി കിടന്നാ നിങ്ങൾ അങ്ങനെ വാശിയുടെ പുറത്ത് കിടക്കും. പക്ഷെ അതിന്റെ പേരിൽ സങ്കടപ്പെടുന്നതും കണ്ണീരൊഴുക്കുന്നതും ഒക്കെ അമ്മമാരാ. കാരണം നിങ്ങളുടെ വയറ് പൊരിഞ്ഞ വിശ പറയുന്നത് അമ്മമാർക്ക് മാത്രം.